തിരുവനന്തപുരത്ത് ഡാൻ കുര്യനുണ്ട്. അവിടെ പരിശോധന തുടരുകയാണ്. ഡാൻ, എന്താണ് സാഹചര്യം? ഇ ഡിയുടെ ഈ റിപ്പോർട്ടിന് പിന്നാലെ ഇ ഡി SDPIയുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. അങ്ങനെയെങ്കിൽ PFIക്ക് പിന്നാലെ SDPIക്കും നിരോധനം വരുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഒരുപക്ഷെ അതിന് മുന്നോടിയായിട്ടുള്ള കൃത്യമായ ആസൂത്രണത്തോടെ നടത്തുന്ന പരിശോധനയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്നതെന്ന് വേണം പറയാൻ. ഞങ്ങളിപ്പോൾ ഉള്ളത് പാളയത്തുള്ള SDPIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിന് സമീപത്താണ്. ഇവിടെ സായുധ CRPF ഈ പരിശോധന 1 മണിക്കൂർ മുമ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം SDPIയുമായി ബന്ധമുള്ള തലസ്ഥാനത്തെ മറ്റ് കേന്ദ്രങ്ങളടക്കം കൃത്യമായി നിരീക്ഷണത്തിലാണ്. സായുധസേന ആ സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ ഓഫീസിനുള്ളിൽ 1 മണിക്കൂറായി ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ SDPIയുടെ ഏതെങ്കിലും നേതാക്കൾ ഓഫീസിനുള്ളിലുണ്ടോ, അവരെ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ല. സംസ്ഥാന പോലീസിനെയോ അതോടൊപ്പം ഇന്റലിജൻസ് വിഭാഗത്തെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഒന്നും അറിയിക്കാതെയാണ് ഈ പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് ഏത് തരത്തിലൊരു സ്ട്രാറ്റജിയാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതോടൊപ്പം തന്നെ NIAയും ഒക്കെ മുമ്പോട്ട് വെച്ചത്, അതേ സ്ട്രാറ്റജിയിൽ അതീവ രഹസ്യമായി ഒരു വിവരങ്ങളും പുറത്തേക്ക് ചോരാത്ത തരത്തിലാണ് ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഇവിടെ ഔദ്യോഗികമായി ഒരു സ്ഥലത്ത് മാത്രമേ പരിശോധന നടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും ഈ SDPIയുമായി ബന്ധമുള്ള മറ്റ് കേന്ദ്രങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷണത്തിലാണ്. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ച് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയിലാണ് SDPIയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ ഓഫീസിലെ രേഖകൾ, ഫയലുകൾ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഡോക്യുമെന്റുകൾ ഇതടക്കം വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. SDPIയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് പാളയത്തുള്ള സാഫല്യം കോംപ്ലക്സിന് സമീപത്തുള്ള ഈ ഓഫീസ് കെട്ടിടം. അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പരിശോധനയിലൂടെ SDPIയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്നൊരു നിഗമനത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ ഇവിടെ സായുധ പോലീസ് സംഘത്തിന്റെ സുരക്ഷയിൽ അകമ്പടിയിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത SDPI നേതാക്കളൊക്കെ പറയുന്നത് തങ്ങളെ കുടുക്കാൻ ബോധപൂർവ്വ ശ്രമമെന്നാണ്. പക്ഷേ ഡാൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഈ നീക്കം കൃത്യമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ? കാരണം അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യം PFI ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അത് SDPI എന്ന പേരിൽ തന്നെയാണ് എന്ന് മാത്രം. കേഡർമാർ ഇപ്പോഴും SDPIയിലാണ്. അപ്പോൾ അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ PFI പ്രവർത്തനം ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നു, രാജ്യത്ത് നടക്കുന്നു എന്ന് തന്നെയാണോ ഈ ED വരുന്നത്? അതാണോ സാമ്പത്തിക കുറ്റാന്വേഷണവും അതിലേക്ക് കേന്ദ്രീകരിക്കുന്നത്? സജിത്ത്, ഒരു പേരിൽ മാത്രമല്ല, പല പേരുകളിൽ അവർ ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ നേരത്തെ മുതൽ തന്നെ, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷവും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മറ്റ് പേരുകളിൽ നടക്കുന്നുണ്ട് എന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനകൾ അതീവ രഹസ്യമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ നേതൃത്വത്തിലടക്കം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനകൾക്കിടയിലാണ് SDPIയിലേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകളിൽ പ്രവർത്തിച്ച ആളുകൾ അംഗങ്ങളായിട്ടുണ്ട്, അവർ സജീവമായി SDPIയുടെ ലേബലിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ ലഭിച്ചത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ നിരീക്ഷണം, കൃത്യമായ തെളിവുകൾ കളക്ട് ചെയ്തതിനു ശേഷം വ്യാപകമായ പരിശോധന ഒരേ ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതും ആ പരിശോധന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന പോലീസിലെ ഒരു ഏജൻസികളെയും അറിയിക്കാതെയാണ് ഇങ്ങനെയൊരു പരിശോധന ഇവിടെ നടത്തുന്നത് എന്ന് പറയുമ്പോൾ കൃത്യമായി അത് അവരുടെ ഒരു കൺസേണിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഒരു തരത്തിലും ഈ വിവരങ്ങൾ ചോരാൻ പാടില്ല എന്നൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു പരിശോധന. സംസ്ഥാനത്തെ ഒരു സേനാ വിഭാഗങ്ങളെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഇന്റലിജൻസിനെയോ മറ്റ് സുരക്ഷാ ഏജൻസികളെയോ ഒന്നും അറിയിക്കാതെ ഇങ്ങനെയൊരു പരിശോധനയ്ക്ക് അവർ ചുക്കാൻ പിടിക്കുന്നത്. അതിൽ എന്ത് കണ്ടെത്തലുകളാകും ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. അതോടൊപ്പം ഇപ്പോൾ പരിശോധന നടക്കുന്ന തിരുവനന്തപുരം പാളയത്തുള്ള ഈ കേന്ദ്രം SDPIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് കൂടിയാണ്. അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് തലസ്ഥാനത്ത് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ആ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വേണ്ടി എത്തുമ്പോൾ കൃത്യമായി കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ്. ഇങ്ങനെ ഡിജിറ്റൽ ഡോക്യുമെന്റുകളും മറ്റ് ഫയലുകളും ഉൾപ്പെടെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഈ പരിശോധന അവിടെ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇത് കൃത്യമായ ഒരു ഭരണകൂട വേട്ടയാടലാണ് എന്ന നിലപാടിൽ SDPI നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ മാധ്യമങ്ങളിലൂടെ അത്
ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ നിലപാട് അവർ ഒരു വശത്ത് ആവർത്തിക്കുമ്പോഴാണ് മറുവശത്ത് വ്യാപകമായ പരിശോധനയുമായി പോലീസിനെ അറിയിക്കാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CRPF സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയിൽ വ്യാപകമായ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഡാന, ഈ PFI നിരോധക കാലസമയത്തും സമാനമായ പരിശോധന കേരളത്തിലുണ്ടായതാണ്. ഇത് കേരളത്തിൽ തിരുവനന്തപുരം മാത്രമല്ല, SDPIയുടെ എല്ലാ ഓഫീസുകളും കേന്ദ്രീകരിച്ച് പരമാവധി രേഖകൾ പിടിച്ചെടുക്കുക, അത്തരമൊരു നീക്കമാണോ ഇപ്പോൾ EDയിൽ നിന്നും ഉണ്ടാവുന്നത്? അതായത് വ്യാപകമായ പരിശോധന തന്നെയാണ് നടക്കുന്നത്. സൂചിപ്പിച്ച പോലെ ഈ സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം പ്രവർത്തന രീതികൾ അത് കൃത്യമായി മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ളൊരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരു സ്ഥലത്തെത്തിച്ച് വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിലേക്ക് ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താൻ. അത് മാധ്യമങ്ങളുമായി ഒരു തരത്തിലും വിവരങ്ങൾ പങ്കുവെക്കാത്ത അല്ലെങ്കിൽ പങ്കുവെക്കുന്നതിന് പരിമിതികളുള്ള ഒരു ഏജൻസി കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതുകൊണ്ട് എന്താണ് ഈ പരിശോധനയിലെ കണ്ടെത്തൽ, എന്ത് ലക്ഷ്യത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് എന്ന കാര്യങ്ങളൊന്നും ഔദ്യോഗികമായി നമുക്ക് അവരിൽ നിന്ന് അറിയാനും കഴിയുകയില്ല. പക്ഷേ ലഭിക്കുന്ന സൂചനകൾ സംസ്ഥാന വ്യാപകമായി ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഏത് തരത്തിലാണോ പൂട്ടിയത് അങ്ങനെ SDPയെ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നൊരു കൃത്യമായ സൂചന മാത്രമാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നത്. എന്തായാലും സാമ്പത്തികമായി ഈ നടന്ന നീക്കങ്ങൾ, അതാണ് ഇപ്പോൾ EDയുടെ പരിശോധനയിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. PFI പിരിച്ച പണം, വിദേശത്ത് നിന്ന് അടക്കം വന്ന പണം, ഇതൊക്കെ SDPIയുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്. അതായത് SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ, അവരുടെ മറവിൽ PFIയുടെ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു എന്നതാണ്. അതിൽ തന്നെയാണ് നീക്കം നടക്കുന്നതെന്നാണ് മലപ്പുറത്തെ ഓഫീസുകളിലടക്കം പരിശോധന നടക്കുകയാണ്. EDയുടെ റിപ്പോർട്ടിൽ, ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകളുണ്ട്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, EDയുടെ കേരളത്തിലെ പ്രധാന ഓഫീസ് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നിന്നുള്ള സംഘം തന്നെയാണോ ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്? അതല്ല കൂടുതൽ പുറത്തു നിന്നും ആളുകൾ എത്തിയിട്ടുണ്ടോ? എന്താണ് EDയുടെ ഈ ഒരു സ്ട്രാറ്റജി? സജിത്തെ, കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് സൂചനകൾ ഉള്ളത്. കാരണം ഇത് പൂർണ്ണമായൊരു വിവരങ്ങൾ അവർ വ്യക്തമാക്കാറില്ല. പ്രത്യേകിച്ച് ഇതുപോലെ രഹസ്യമായൊരു ഓപ്പറേഷൻ, വളരെ രഹസ്യമായി നടത്തുന്ന ഒരു ഓപ്പറേഷൻ. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ സംബന്ധിയായ കാര്യങ്ങളില്ല. പക്ഷെ കൊച്ചിയിലെ പ്രധാന ഓഫീസ് കൊച്ചിയിലായതുകൊണ്ട് തന്നെ ഈ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സാധാരണഗതിയിൽ കേരളത്തിൽ എവിടെയും പരിശോധന നടത്തുമ്പോൾ അവരുടെ സാന്നിധ്യം വളരെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ഒരു അനുമാനത്തിലേക്ക് എത്താനേ സാധിക്കുകയുള്ളൂ. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അതിലുണ്ട് എന്നത് സംബന്ധിച്ച് പൂർണ്ണമായും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതിനുവേണ്ടി അവർ ഒരുങ്ങുകയായിരുന്നു എന്നുള്ളൊരു സൂചനകളുണ്ട്. കാരണം ഇവിടെ ചോദ്യം ചെയ്യുമ്പോൾ, SDPI നേതാവിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ലഭിക്കുന്ന വിവരങ്ങൾ അതാത് ഓഫീസുകളിലേക്ക് കൃത്യമായിട്ട് തന്നെ അത് അറിയിക്കുകയും മറ്റ് സ്ഥലങ്ങൾ നിരീക്ഷണത്തിലേക്ക് വേണമെന്നും അവിടെ ഏത് സമയത്തും ഇതുപോലുള്ള പരിശോധനകൾക്ക് കളമുണ്ടാകണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇവരെയും ബന്ധപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് മറ്റിടങ്ങളിലും വൈകാതെ പരിശോധനകളിലേക്ക് നീങ്ങിയേക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് എന്ന രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് SDPIയുടെ ഓഫീസിൽ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായും മറ്റിടങ്ങളിലേക്കും അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ മറ്റു സ്ഥലങ്ങളിലേക്കും പരിശോധനകൾ നീണ്ടേക്കാമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സജിത, കൂടുതൽ ഓഫീസുകളിലും പരിശോധന, ഇപ്പോൾ മലപ്പുറത്തും തിരുവനന്തപുരത്തും പരിശോധന നടക്കുന്നു എന്നതാണ് സാഹചര്യം. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. ഡാന്, ഇപ്പോൾ ഓഫീസിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? അവിടെ ഇപ്പോഴും തുടരുക തന്നെയാണോ? പരിശോധന ഇപ്പോൾ പൂർത്തിയാകും എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളുമില്ല. ഒരുപാട് സമയം ഒരുപക്ഷെ എടുത്തേക്കുമെന്നാണ് അറിയുന്നത്. കാരണം 1 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ പരിശോധന തുടങ്ങിയിട്ട്. ഈ വിവരം അറിഞ്ഞാണ് സ്പെഷ്യൽ ബ്രാഞ്ചിലെയും അതോടൊപ്പം തന്നെ ഇന്റലിജൻസിലെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ അവർക്കും കൃത്യമായ ഒരു സൂചനകളും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ 3ാമത്തെ നിലയിലാണ് ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ ഓഫീസിന്റെ മുകളിലേക്ക് കയറുന്ന കവാടത്തിലടക്കം സായുധ പോലീസ് സംഘത്തെ, CRPF സംഘത്തെ വിന്യസിച്ചുകൊണ്ടാണ് ഈ പരിശോധന അകത്ത് പുരോഗമിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓഫീസുകളിലെ ഫയലുകൾ
പരിശോധിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ഡോക്യുമെന്റുകൾ വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അകത്ത് നടക്കുന്നത്. ഒരേ സമയം എല്ലായിടത്തും പരിശോധന നടത്തുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നതും ഈ വിവരങ്ങൾ ഒരു കാരണവശാലും ചോരാനോ അല്ലെങ്കിൽ ഈ തെളിവുകൾ ഒളിപ്പിക്കാനോ ഉള്ള ഒരു അവസരം കൊടുക്കാതെ കൃത്യമായി നിരീക്ഷണ വലയത്തിൽ സർവൈലൻസിലാക്കിക്കൊണ്ട് ഈ പരിശോധന പൂർത്തിയാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് എല്ലായിടത്തും ഒരേ സമയം പരിശോധന ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നത്. കേന്ദ്ര ഏജൻസികൾ സാധാരണ ഇത്തരം പരിശോധനകൾക്കൊക്കെ പോകുമ്പോൾ സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുൻപ് നടന്ന പരിശോധനകളിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ പല ഭാഗത്തുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധങ്ങളെ നേരിട്ട ശൈലി കണ്ടതാണ്. ഡാൻ ഒന്ന് തുടരുക. ടി കെ രാജ്മോഹൻ, മുൻ NIA SP കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ടി